ഹലോ, ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് ഉപയോഗിച്ചൊരു ഈവനിങ് പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കെട്ടിയോൻ പറഞ്ഞ് ഇലയട കഴിക്കണമെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി, അപ്പോൾ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഇല എടുക്കാൻ പറഞ്ഞപ്പം ചേട്ടൻ പോയി ഇല എടുത്തുകൊണ്ട് വന്നത് എന്നെക്കാട്ടി വലിയൊരു ഇല. അപ്പോൾ എനിക്കിതിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. കണ്ടോ എന്തുമാത്രം നീളം. പിന്നെ ഇതിനെ കഴുകി രണ്ടായിട്ട് മുറിച്ചിട്ട് ഇല വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല നീളമുള്ളതുകൊണ്ട് ഒരുമിച്ച് വെച്ച് ഇല വാട്ടാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ, എന്നിട്ട് തിളച്ച വെള്ളത്തിൽ. എന്നിട്ടാണ് ബീറ്റ്റൂട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തത്. അപ്പം ഇതിങ്ങനെ കുഴച്ച് വന്നപ്പോൾ മോള് പറഞ്ഞായിരുന്നു ഇത് കണ്ടിട്ട് സ്ട്രോബെറി ഐസ്ക്രീം പോലെ ഉണ്ടെന്ന്. നല്ല കളറ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കുഴച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ നമുക്ക് അസൽദ സ്ട്രോബെറി ഐസ്ക്രീം വച്ചിരിക്കും പോലെ തന്നെയുണ്ട്. ഇനി സാധാരണ പോലെ നമ്മൾ ഇലയോടെ ഉണ്ടാക്കും പോലെ ഇനി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പശയുള്ള മാവായതുകൊണ്ട് ഞാൻ കൈ നനച്ചിട്ട് ഇതിനെ ഇലയിൽ പരത്തി എടുത്തിട്ട് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് മടക്കിയെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ ഈ ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് ഒരു സാധനവും കഴിക്കില്ല. ഈ തോരൻ വെച്ചാലും വളരെ കുറച്ച്, മൂത്തയാൾ കുറച്ച് കഴിക്കും, ഇളയവൾ ഒട്ടും കഴിക്കില്ല. വിഴുക്കുണ്ടാക്കിയാലും കഴിക്കില്ല. പിന്നെ ഇതിൻ്റെ പച്ചടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉണങ്ങി പോണേക്കാട്ടി ഇതുപോലെയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വന്നപ്പോഴാണ് മോൾക്ക്, അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പം എൻ്റെ ഇളയ മോൾക്ക് അവൾക്കും ഉണ്ടാക്കണമെന്ന് അവൾ കുറച്ച് മാവെടുത്ത് ഇല ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അവളതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് മടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഹെൽപ്പ് ചോദിച്ച് അങ്ങനെ ഞാൻ മടക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെന്ത് വരുമ്പോഴേ ഇതിൻ്റെ കളർ അറിയാം. ഇതാ വെന്തിട്ടുണ്ട്. ഇതാ നല്ല ആവിയൊക്കെ വരണുണ്ട്, ഇലയുടെ നല്ല മണം വരണുണ്ട് കേട്ടോ. ഇനി ഇത് അവൾ ഉണ്ടാക്കിയതാണ് ആദ്യം എടുത്തത്. കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം ചെറുതായതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ വൈകുന്നേരമായി, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇലയുടെ റെഡിയായി. ഇപ്പം ഇനി തുറക്കാൻ പോവുകയാണേ. തുറക്കുമ്പോൾ കണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ച അതേ കളറേ അല്ല, ആ കളറെല്ലാം മാവിൽ നേരെ പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കളർ മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പം എൻ്റെ കെട്ടിയവൻ കൊടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് ശർക്കരയൊക്കെ വെളിയിലായിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേർക്കും ഇഷ്ടപ്പെടും. എൻ്റെ മോൾ അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കാത്തതാണ്, പക്ഷേ അവളും കഴിച്ചു. ഇതാ ഇലയുടെ വേണമെന്ന് പറഞ്ഞ ആൾ ആക്രാന്തം പിടിച്ച് കഴിക്കുന്നുണ്ട്. കുറേ നാളായി ഉണ്ടാക്കിയത് കാരണം എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. അപ്പോൾ മഴയും ചൂട് ചായയും ബീറ്റ്റൂട്ട് ഇലയടയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.